അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവാദരണീയരായ ഉസ്താദുമാർ, പ്രിയ സദസ്യർ, സ്നേഹികളായ എൻ്റെ കൂട്ടുകാരെ, ആത്മീയ പ്രഭ തൂകുന്ന ഈ ജലാലിയ അങ്കണത്തിൽ പ്രൗഢഗംഭീരമായ മിനി ഫസ്റ്റ് വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കഥ പറയാം. എൻ്റെ കഥയുടെ പേരാണ് പ്രജാക്ഷേമ തത്പരനായ ഒരു രാജാവ്. ധാരാളം ഇബാദത്തുകൾ ചെയ്തുകൊണ്ടിരുന്ന, ഖുർആൻ മനഃപ്പാഠമാക്കിയ മഹ്മൂദുൽ അഫന്ദി ആയിരുന്നു ആ രാജാവ്. തൻ്റെ രാജ്യത്തെ 7 പ്രവിശ്യകളിലാക്കി പല നാട്ടുരാജാക്കന്മാർക്കായി അദ്ദേഹം വിഭജിച്ചു നൽകി. അതിലൊരു രാജാവിന് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവളുടെ പേരായിരുന്നു സുഹ്റ. മഹ്മൂദുൽ അഫന്ദിയുമായി സുഹ്റയുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നു. ഒരു ദിവസം നായാട്ടിനായി മഹ്മൂദുൽ അഫന്ദി ദേഹത്ത് എണ്ണ തേച്ച് കൊട്ടാരം മുറ്റത്ത് കൂടെ ഉല്ലാത്തുകയായിരുന്നു. ഖുർആൻ പാരായണത്തിൽ അതീവ താല്പര്യം കാണിച്ചിരുന്ന മഹ്മൂദുൽ അഫന്ദിയുടെ അതരങ്ങളിൽ ഖുർആൻ സദാസമയം ഒഴിഞ്ഞുകൊണ്ടിരുന്നു. ആലു ഇമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ മഹ്മൂദുൽ അഫന്ദിക്ക് ഒരു സംശയം. എല്ലാ അധികാരവും എടുക്കുന്നവനും നൽകുന്നവനും നീയാണെങ്കിൽ എൻ്റെ അധികാരം ഈ സെക്കൻഡിൽ നീ എങ്ങനെ ഇല്ലാതാക്കും? പെട്ടെന്നൊരു ഭടൻ ഓടി വന്ന് പറഞ്ഞു, മഹാരാജാവേ, കൊട്ടാര പൂമുഖത്തൊരു പുലി. ഹേ പുലിയോ? മഹാരാജാവ് കൊട്ടാര പൂമുഖത്തെത്തി. ഭടന്മാർ കഴിയും വിധം പുലിയെ ഓടിക്കാൻ ശ്രമിച്ചു. പുലി പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. അവസാനം മഹ്മൂദുൽ അഫന്ദി തൻ്റെ ഉടവാൾ വലിച്ചൂരി പുലിക്ക് നേരെ നീങ്ങി. പുലി ഇടത്തൂർന്നൊരു കാട്ടിലേക്ക് ഓടി. പിറകിൽ കുതിരപ്പുറത്ത് മഹ്മൂദുൽ അഫന്ദിയും. ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിൽ പുലി കാട്ടിൽ അപ്രതീക്ഷനായി. ക്ഷീണം കാരണം മഹ്മൂദുൽ അഫന്ദി ഒരു പാറപ്പുറത്ത് സുഖമായി കിടന്നുറങ്ങി. മഹ്മൂദുൽ അഫന്ദി സുഖമായി കിടന്നുറങ്ങി. അതേസമയം നമ്മുടെ സുഹ്റയുടെ കൊട്ടാരത്തിൽ ഒരു കളവ് നടന്നിരിക്കുകയാണ്. സുഹ്റയുടെ വിവാഹാഭരണങ്ങൾ ഒരു കള്ളൻ മോഷ്ടിച്ചു. ഇതറിഞ്ഞ രാജാവ് കോപിതനായി. ആരവിടൻ? 3 ദിവസത്തിനുള്ളിൽ കള്ളനെ എനിക്ക് മുമ്പിൽ ഹാജരാക്കുവിൻ. ഭടന്മാർ നാടാകെ തിരഞ്ഞു, പക്ഷേ കള്ളനെ കിട്ടിയില്ല. അവസാനം തല പോകുമെന്ന് ഭയന്ന് ഭടന്മാർ കാട്ടിലേക്ക് കാട് കയറും വഴിയിൽ ഒരു സാധനം കിടക്കുന്നത് കണ്ടു. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ദേഹത്തെണ്ണ തേച്ചൊരാൾ കിടന്നുറങ്ങുന്നത് കണ്ടു. കള്ളനാണെന്ന് കരുതി മഹ്മൂദുൽ അഫന്ദിയെ പിടിച്ചുകെട്ടി കൊട്ടാരത്തിലെത്തിച്ചു. 2 കൈകളും വെട്ടിമാറ്റി വേദന കൊണ്ട് മധുരമാർന്ന സ്വരത്തിൽ തടവറയിലിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു മഹ്മൂദുൽ അഫന്ദി. അതിൽ ആകൃഷ്ടയായ സുഹ്റ അദ്ദേഹത്തെ തൻ്റെ ഉസ്താദായി കിട്ടാൻ ആഗ്രഹിച്ചു. തൻ്റെ ഭാവി വരനാണെന്നറിയാതെ സുഹ്റ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ഖുർആൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ ആലു ഇമ്രാനിലെ 26-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഉസ്താദ് ബോധരഹിതനായി വീണു. കാര്യം അന്വേഷിച്ചപ്പോഴല്ലേ ഇത് മഹ്മൂദുൽ അഫന്ദിയാണെന്ന് മനസ്സിലായത്. ഭാവി വരനാണെന്നറിയാതെ സുഹ്റ ഖുർആൻ ക്ലാസ് ആരംഭിച്ചു. ഒരു ദിവസം ഞാൻ ഈ കഥ നിർത്തുന്നു ഇവിടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.